വാർത്തയിലേക്ക്. ഡൽഹി കലാപ കേസിൽ ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിച്ചത് സുപ്രീം കോടതി പരിശോധിക്കും. വിഷയം വിശാല ബെഞ്ചിന് വിട്ടു. സ്ഥിര ജാമ്യം നിഷേധിച്ച സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിന്റെ വിധിയാണ് പരിശോധിക്കുക. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഇടപെടൽ? അനിഷ, ഈ വർഷം ജനുവരിയിലായിരുന്നു ഉമർ ഖാലിദിന്റെ സ്ഥിര ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നിഷേധിക്കുകയും മറ്റ് 5 ആളുകൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയുമായിരുന്നു ചെയ്തത്. ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ ബെഞ്ചാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ ബെഞ്ചിന്റെ തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ദിവസം മറ്റൊരു ബെഞ്ച്, അതായത് BV നാഗരത്ന അധ്യക്ഷയായ മറ്റൊരു ബെഞ്ച് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തി രംഗത്തെത്തുകയാണ് ഉണ്ടായത്. 2 ദിവസം മുമ്പാണ് അവരുടെ ഒരു വിയോജിപ്പ് മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടയിൽ നടത്തിയത്. കാരണം വിചാരണ നടക്കാതെ ദീർഘകാലം നീണ്ട് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ജാമ്യം നൽകേണ്ട ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ജാമ്യം നൽകണം എന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു നാഗരത്നയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. അത് എത്ര വലിയ കേസാണെങ്കിലും ജാമ്യം നൽകണം, അതാണ് ന്യായം എന്നുള്ളൊരു പരാമർശമായിരുന്നു ആ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. ഇത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ 2 ബെഞ്ചുകൾക്കിടയിൽ ഉണ്ടായതിനെ തുടർന്നാണ് ഇതൊരു വിശാല ബെഞ്ചിലേക്ക് വിടാനായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ആ വിശാല ബെഞ്ച് പരിഗണിക്കുക. ഈ പറഞ്ഞതുപോലെ ഈ വിചാരണ പൂർത്തിയാകാതെ ഇത്രനാൾ 5 വർഷത്തിലധികമായി ഉമർ ഖാലിദിലും ഷർജിൽ ഇമാമും ജയിലിൽ തന്നെയാണ് കഴിയുന്നത്. അത്തരത്തിൽ അവർ ആ ജയിൽവാസം നീണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിയമപരമായി ജാമ്യം നൽകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമായിരിക്കും ആ വിശാല ബെഞ്ച് പരിഗണിക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ 2 ബെഞ്ചുകൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉയർന്നതിനെ തുടർന്നാണ് അത് വീണ്ടും വിശാല ബെഞ്ചിന് വിട്ടുകൊണ്ട് ഒരു പരിശോധനയിലേക്ക് കടക്കാനായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരിയിലായിരുന്നു നീണ്ട വാദങ്ങൾക്ക് ശേഷം അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ച് ഷർജിൽ ഇമാമിനും ഉമർ ഖാലിദിനും ജാമ്യം നിഷേധിക്കുകയും മറ്റു ആളുകൾക്ക് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഗുൽഷിഫർ ഉൾപ്പെടെയുള്ള മറ്റു ആളുകൾക്ക് ജാമ്യം നൽകുകയുമായിരുന്നു ചെയ്തത്. ആ സമയത്ത് തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. 1 വർഷത്തിന് ശേഷം മാത്രമേ ഇവർക്ക് വീണ്ടും കോടതിയെ ജാമ്യാപേക്ഷയുമായി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു പരാമർശം കൂടി അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തെ കൂടി BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ ദിവസം അതിനെ എതിർത്തിരുന്നു, ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് ഇപ്പോൾ വീണ്ടും വിശാല ബെഞ്ചിന് വിട്ടുകൊണ്ട് പരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ആ ബെഞ്ച് ഉടൻ തന്നെ രൂപീകരിക്കും. അതിനുശേഷം ഈ കേസ് ബെഞ്ച് വിശാലമായി തന്നെ അതിൽ വാദം കേൾക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി തൗഫീഖ്. ഡൽഹി കലാപ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യം നൽകാത്ത ആ നടപടിയാണ് വീണ്ടും പരിശോധിക്കാൻ